കമ്മീഷൻ എന്നുള്ള ഭാഗം ഞാൻ കോട്ട് ചെയ്യുകയാണ്. കൂത്തുപറമ്പിലുണ്ടായ വെടിവെപ്പിൻ്റെ മൂലകാരണം സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ച് കണ്ണൂർ DYSP ആയിരുന്ന ശ്രീ അബ്ദുൾ ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിൽ നടന്ന ഒഴിവാക്കാമായിരുന്ന ലാത്തിച്ചാർജാണ് വെടിവെപ്പിലേക്ക് വഴിവെച്ചത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ഡെപ്യൂട്ടി കലക്ടറുമായിരുന്ന ശ്രീ TT ആൻ്റണിക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിൽ നേരിട്ട വീഴ്ചയും വെടിവെപ്പിൽ അവസാനിപ്പിക്കുകയും വെടിവെപ്പിൽ 5 പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിയായിട്ട് ഹക്കീം ബത്തേരിയെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും ഒഴിവാക്കണമെന്ന് വിചാരിച്ച് ഒഴിവാക്കാൻ പറ്റില്ല. മുഴുവൻ പേരുകളും കൊടുക്കുകയും അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു നിശ്ചിത എണ്ണം നമുക്ക് ഇങ്ങോട്ട് തരികയും അതിൽ നിന്ന് ചിലർ ഒഴിവാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഒഴിവാക്കിയവരായിരിക്കും കേരളത്തിൻ്റെ താല്പര്യത്തിന് കുറേ കൂടി മെച്ചപ്പെട്ടവർ, നമുക്കതറിയില്ല. അങ്ങനെ ഒഴിവാക്കിയിട്ട് വന്ന ലിസ്റ്റിൽ നിന്നുള്ള ഒരാളെ നിയമിച്ചേ പറ്റൂ. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളാണ് ആരാണ്? കേരളത്തിലെ പോലീസ് ഫോഴ്സിനെ നയിക്കാൻ വേണ്ടി പറ്റുന്ന ആരാണ്? ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏതാളെക്കുറിച്ചെടുത്താലും ഇതുപോലെ വിമർശനം ഉണ്ടാവും. ഏതാളെക്കുറിച്ച് ഇപ്പം 3 പേരല്ലേ പറഞ്ഞത്, ആ 3 പേരെക്കുറിച്ച് ഇതുപോലെ വിമർശനം ഉണ്ടാവും. വ്യത്യസ്ത രീതിയിലുള്ള വിമർശനങ്ങളുണ്ടാവും. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിമർശനം പറയുന്നത്, മറ്റവരെക്കുറിച്ച് പറയുമ്പോൾ വേറെ വിമർശനം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പറ്റാവുന്ന ഒരാളെ നിയമിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ നിയമിക്കപ്പെടുന്ന എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാം തികഞ്ഞവരാണ് എന്നല്ല, വിമർശനത്തിന് അതീതരാണ് എന്നല്ല. വിമർശനം ഉണ്ടാവും, പക്ഷെ പറ്റാവുന്ന ഒരാളെ നിയമിച്ചു. അതിനെ കൂത്തുപറമ്പ് സംഭവവുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് സംഭവത്തെ വിവാദമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ പിന്നിലുള്ള അജണ്ട, അതിനുള്ള അങ്ങനെ നടത്തുന്ന ശ്രമത്തിൻ്റെ ഒരു മനസ്സ് അങ്ങേയറ്റം സങ്കുചിതമാണ്. ആ അജണ്ട അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണ് എന്ന് മാത്രമേ പറയാൻ. പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ നിന്ന് മാനദണ്ഡപ്രകാരം സംസ്ഥാന സർക്കാരിന് തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല DGP നിയമനം. ചട്ടപ്രകാരം 10-30 വർഷക്കാലം സർവീസുള്ള IPS ഉദ്യോഗസ്ഥരുടെ ഒരു പട്ടിക UPSCക്ക് കേന്ദ്ര സർക്കാരിന് നൽകുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു പട്ടിക കേന്ദ്ര സർക്കാരിന് നൽകി. ആ പട്ടികയിൽ 6 പേരുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നൽകിയ പട്ടികയിൽ നിന്ന് 3 പേരുടെ പേര് വെട്ടി 3 പേരെയാണ് നമുക്ക് സംസ്ഥാന സർക്കാരിന് തിരിച്ച് നൽകിയിട്ടുള്ളത്. ആ 3 പേരിൽ ഏറ്റവും വിവിധ ഘടകങ്ങൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ പരിശോധിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലേറ്റവും ഉചിതമായി, ഏറ്റവും നന്നായി കേരളത്തിലെ പോലീസ് ഫോഴ്സിനെ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് നയത്തിന് അനുസൃതമായി നയിക്കാൻ വേണ്ടി കഴിയുന്നത് ആരാണോ അങ്ങനെ ഒരാളെയായിരിക്കും സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. നവംബർ 23-ാം തീയതിയാണ് അദ്ദേഹം കൂത്തുപറമ്പ് തലശ്ശേരി ASP ആയിട്ട് ചുമതലയേൽക്കുന്നത്. അങ്ങനെ ചുമതലയേറ്റ ഉടനെ തന്നെ എന്താണ് നാട്, എന്താണ് കാര്യങ്ങളെന്നൊക്കെ അറിയുന്നതിന് മുമ്പാണ് അദ്ദേഹം കൂത്തുപറമ്പിൽ എത്തിയിട്ടുള്ളത്. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള വിവിധ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ടാവും, അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിയത് ജസ്റ്റിസ് K. പത്മനാഭൻ നായർ കമ്മീഷനാണല്ലോ.